വിശദമായി നോക്കാം. ലക്കിടി ജവഹർ ലോ കോളേജിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ് അടക്കം 4 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി നാളത്തേക്ക് മാറ്റി. കേസിലെ 3-ാം പ്രതിയും നെഹ്റു ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസറുമായ സുചിത്രയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ലക്കിടി ജവഹർ ലോ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് അലിയെ മർദ്ദിച്ച കേസിൽ റിമാൻഡിലായ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷയിൽ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം പൂർത്തിയായി. പരാതി കെട്ടിച്ചമച്ചതാണെന്നുമുള്ള പ്രതികളുടെ അറസ്റ്റ് മാധ്യമങ്ങളെയും പൊതുജനത്തെയും തൃപ്തിപ്പെടുത്താനുള്ളതാണെന്നും പ്രതിഭാഗം വാദിച്ചു. തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണി മുഴക്കൽ, ബലമായി പിടിച്ചുവാങ്ങൽ എന്നിങ്ങനെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിയത് നിയമവിരുദ്ധമാണെന്നും ഇത് നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം പറഞ്ഞു. സംഭവം ഉണ്ടായെന്ന് പറയുന്ന തീയതിക്ക് ശേഷം പരാതി നൽകാനുണ്ടായ കാലതാമസവും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. കസ്റ്റഡി നോട്ടീസിൽ ഇല്ലാത്ത ജാമ്യമില്ലാ വകുപ്പുകൾ പിന്നീട് എത്തിയത് സംശയകരമാണെന്നും പ്രതിഭാഗം പറഞ്ഞു. എന്നാൽ കോളേജിനെതിരെ പരാതി നൽകിയ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ പ്രവർത്തിച്ചതെന്ന് സർക്കാർ അഭിഭാഷകൻ ബോധിപ്പിച്ചു. അറസ്റ്റിന്റെ 2-ാം ദിവസം ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും കൂടുതൽ തെളിവ് ശേഖരിക്കാൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട കോടതി കോളേജ് ചെയർമാൻ കൃഷ്ണദാസ്, ലക്കിടി കോളേജ് PRO വത്സലകുമാർ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുകുമാരൻ, കായികാധ്യാപകൻ ഗോവിന്ദൻകുട്ടി എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി. അതേസമയം 3-ാം പ്രതിയും കോളേജ് നിയമോപദേശകയുമായ സുചിത്രയ്ക്ക് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഇതേ കേസിൽ കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജിഷ്ണു കേസിൽ മുഖ്യപ്രതിയായ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. തെളിവുകൾ പരിഗണിക്കാതെയാണ് ഹൈക്കോടതി കൃഷ്ണദാസിന് ജാമ്യം അനുവദിച്ചതെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ ഹർജി നൽകിയിരിക്കുന്നത്. കൃഷ്ണദാസ് ഇടക്കാല ജാമ്യം നേടിയത് തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ചാണെന്നും ഇത് കേസന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും ഹർജിയിൽ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി ജഡ്ജിക്കെതിരെ പാമ്പാടി നെഹ്റു കോളേജിൽ മരിച്ച ജിഷ്ണു പ്രണോയിയുടെ അമ്മ ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി. കേസിൽ വാദം കേൾക്കുന്ന ജഡ്ജിക്ക് നെഹ്റു ഗ്രൂപ്പുമായുള്ള ബന്ധം പരിശോധിക്കണമെന്നാണ് കത്തിൽ ജിഷ്ണുവിന്റെ അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ജഡ്ജും നെഹ്റു ഗ്രൂപ്പും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതായും നീതി ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജിഷ്ണുവിന്റെ അമ്മ മഹിജ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയത്. പി കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ജഡ്ജും നെഹ്റു ഗ്രൂപ്പും തമ്മിൽ അടുത്ത ബന്ധമുള്ളതായി സൂചന നൽകുന്ന നിരവധി ഫോട്ടോകൾ സോഷ്യൽ മീഡിയ വഴി തനിക്ക് ലഭിച്ചിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന തനിക്ക് വ്യക്തിപരമായി ആ വിശ്വാസം നഷ്ടപ്പെടാനും തന്റെ മകന് നീതി ലഭിക്കില്ലെന്ന തോന്നലുണ്ടാക്കാനും ഈ ഫോട്ടോകൾ കാരണമായിട്ടുണ്ടെന്ന് മഹിജ കത്തിൽ പറയുന്നു. നെഹ്റു ഗ്രൂപ്പുമായി ജഡ്ജിനുള്ള ബന്ധം സംശുദ്ധമാണോ എന്ന് പരിശോധിക്കണമെന്നും നീതി ലഭിക്കാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നും പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകൾ നാളെ അടച്ചിടും. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 1200 സ്വാശ്രയ സ്ഥാപനങ്ങളാണ് നാളെ ഒരു ദിവസത്തേക്ക് അടച്ചിടുക. സ്വാശ്രയ കോളേജുകളുടെ സംഘടനയുടേതാണ് തീരുമാനം. അസോസിയേഷൻ തീരുമാനം വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടുമുള്ള വെല്ലുവിളിയെന്ന് SFI വ്യക്തമാക്കി. ഇത്തരം ധിക്കാരപരമായ നിലപാടുകൾ അംഗീകരിക്കില്ല. കുറ്റക്കാരനെ സംരക്ഷിക്കുന്ന മാനേജ്മെന്റ് അസോസിയേഷൻ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും SFI ആരോപിച്ചു. മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ചൂടേറ്റ് LDF കൺവെൻഷൻ. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ശിഥിലമായ UDFന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന് കോടിയേരി പറഞ്ഞു. LDF നേതാക്കൾക്കൊപ്പം ഇടതുമുന്നണിയുമായി സഹകരിക്കുന്ന വിവിധ പാർട്ടി നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു. മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ആവേശം പകരുന്നതായി മാറി LDF മണ്ഡലം കൺവെൻഷൻ. ലീഗിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് മാണിയുടെ പിന്തുണ തേടിയതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് കോടിയേരി പറഞ്ഞു. കേരളത്തിൽ UDFന് രക്ഷയില്ല എന്ന് മനസ്സിലാക്കി കുഞ്ഞാലിക്കുട്ടി ഡൽഹിക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഇത് നടക്കില്ല. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കാൻ മലപ്പുറത്ത് നിന്ന് MP ഫൈസൽ വിജയിക്കണം. ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിന്റെ സമ്മന്നതരായ നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് എങ്ങനെയാണ് BJPയെ പ്രതിരോധിക്കാൻ സാധിക്കുക? കേരള രാഷ്ട്രീയത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ശിഥിലമായിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ അടുത്ത കാലത്തൊന്നും UDFന് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ടല്ലേ എനിക്ക് കേരളം വിട്ടുപോകാം എന്ന ചിന്ത
കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായത്? LDF സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുന്നണിയെ സജ്ജമാക്കി. UDF മറന്ന പ്രവാസികളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും കോടിയേരി ഓർമ്മിപ്പിച്ചു. മറന്ന പ്രവാസികളെ LDF സർക്കാർ ഓർത്തു. അതാണ് 10 മാസം പൂർത്തിയാകുമ്പോൾ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്ന പ്രവാസി കാര്യത്തിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികൾ പ്രവാസ ലോകമാകെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലീഗും BJPയും സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, KT ജലീൽ, ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി MLA, LDFുമായി സഹകരിക്കുന്ന വിവിധ പാർട്ടി നേതാക്കൾ എന്നിവർ കൺവെൻഷനിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. PK കുഞ്ഞാലിക്കുട്ടിക്ക് ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണ് വേങ്ങരയിൽ നിന്ന് രാജിവെക്കാതെ മലപ്പുറത്ത് മത്സരിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. UDF BJP ബന്ധം മറച്ചുവെക്കാൻ CPIMന്റെ മേൽ പഴി ചാരുന്നത് ജനം തിരിച്ചറിയും. രാഷ്ട്രീയ പാപ്പരത്തം കൊണ്ടാണ് KM മാണിയെ തിരിച്ചു വിളിക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. ഇതിലെ മുസ്ലിം ലീഗിന് ഒരു 2 ലക്ഷം വോട്ടുള്ള മണ്ഡലത്തിലാണ് കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് ജയിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ എന്താണ് വെങ്ങരയിൽ നിന്നുള്ള അസംബ്ലി മെമ്പർ സ്ഥാനം രാജിവെക്കാത്തത്? MLA സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം മത്സരിക്കാത്തത് എന്താണ്? ഇവിടെ ജയിക്കുമെന്ന് പൂർണ്ണ ഉറപ്പ് കുഞ്ഞാലിക്കുട്ടിക്കുണ്ടെങ്കിൽ വേങ്ങരയിൽ നിന്ന് ഇന്നലെ രാജിവെച്ചിട്ടായിരുന്നില്ലേ അദ്ദേഹം നോമിനേഷൻ കൊടുക്കേണ്ടിയിരുന്നത്? അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കാണ് ആത്മവിശ്വാസമില്ലാത്തത്, ലീഗിനാണ് ആത്മവിശ്വാസമില്ലാത്തത്. തിരികെ വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗിലെ അധികായനായ PK കുഞ്ഞാലിക്കുട്ടിയെയാണ് നേരിടുന്നതെങ്കിലും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MP ഫൈസൽ. തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ രാഷ്ട്രീയമാണ് പ്രധാന ചർച്ചയെന്നും അത് ഇടതിന് അനുകൂലമാണെന്നും ഫൈസൽ പറഞ്ഞു. കൈരളി TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരനുമായി നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വിദ്യാർത്ഥി രാഷ്ട്രീയകാലം തൊട്ട് മലപ്പുറത്തെ തൊട്ടറിഞ്ഞ ഫൈസലിന് പ്രതീക്ഷ ചെറുതല്ല. അട്ടിമറികളുടെ ചരിത്രം, നല്ല രാഷ്ട്രീയമറിയുന്ന മണ്ണ്, കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നു. ഇടതുപക്ഷമാണ് ബദലെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയ ജനതയാണ് തന്റെ പ്രതീക്ഷയെന്ന് MP ഫൈസൽ പറഞ്ഞു. പൊതുവിൽ ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് വല്ലാതെ മുറിവേൽക്കുന്നൊരു കാലം. അതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇടപെടുന്നത്, അല്ലെങ്കിൽ അതിനെല്ലാം നല്ല രൂപത്തിൽ പോസിറ്റീവായി അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളത് പൊതുസമൂഹമാകെ തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു നിലപാടിനുള്ള അംഗീകാരം ഈ മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ 100% വിശ്വസിക്കുന്നത്. വ്യക്തിയുടെ വലുപ്പത്തെക്കാൾ രാഷ്ട്രീയ നിലപാടുകൾക്കാണ് തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമെന്ന് ഫൈസൽ വിശ്വസിക്കുന്നു. ഒരു വർഗീയതയെ നേരിടേണ്ടത് മറ്റൊരു വർഗീയത കൊണ്ടല്ല എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. തീർച്ചയായിട്ടും വർഗീയ രാഷ്ട്രീയത്തെ എതിരിടാൻ വേണ്ടി കഴിയേണ്ടത് ഏറ്റവും തീവ്രമായ മതനിരപേക്ഷ രാഷ്ട്രീയം കൊണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. അത് നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നത്, അല്ലെങ്കിൽ അതിന് നായകത്വം വഹിക്കാൻ വേണ്ടി കഴിയുന്നത് ഈ കാലത്തിനകത്ത് ഇടതുപക്ഷത്തിന് മാത്രമാണ്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത് ഏതൊരാളും അംഗീകരിക്കുന്നതും സമ്മതിക്കുന്നതുമാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ BJPയെ എതിർക്കാൻ അല്ലെങ്കിൽ RSSനെ എതിർക്കാൻ മുസ്ലിം ലീഗിന് കഴിയും എന്നാണ് പ്രചരിപ്പിക്കുന്നതിൽ തെറ്റാണ് അതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കൈരളി TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരനുമായി നടത്തിയ അന്യോന്യത്തിലാണ് ഫൈസൽ മനസ്സു തുറന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. UDFനോടുള്ള മുൻനിലപാടിൽ മാറ്റമില്ലെന്ന് KM മാണി. UDFനോട് അന്ധമായ എതിർപ്പില്ലെന്ന് KM മാണി പറഞ്ഞു. ഇപ്പോഴത്തെ പിന്തുണ കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുമെന്നും KM മാണി പറഞ്ഞു. അവരുടെ സന്മനസ്സിന് നന്ദി. മലപ്പുറം തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൊടുത്തിട്ടുള്ള പിന്തുണ UDFന് കൊടുത്തിട്ടുള്ള പിന്തുണയല്ല. അരനൂറ്റാണ്ടുകാലമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും തമ്മിൽ നിലനിൽക്കുന്ന സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസിൻ്റെ വ്യക്തിപരമായ പിന്തുണയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കൊടുത്തിരിക്കുന്നത്. UDFനോട് വിരോധ മനോഭാവവും കോൺഗ്രസിനോടോ UDFനോടോ ഇല്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഉടനെ തിരിച്ചു ചെല്ലും എന്നുള്ളതുമല്ല. അതായത് BJP സ്ഥാനാർത്ഥിയെ BDJS പിന്തുണയ്ക്കുകയില്ലെന്ന വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് തള്ളി മകൻ തുഷാർ വെള്ളാപ്പള്ളി. NDAയുടെ ഘടകകക്ഷിയായ BDJS മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുമെന്നും അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തുഷാർ വ്യക്തമാക്കി. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളടക്കം BDJSന് വാഗ്ദാനം ചെയ്ത എല്ലായിടത്തും 15 ദിവസത്തിനകം നിയമനം നടത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതായും BDJS അധ്യക്ഷൻ പറഞ്ഞു. എല്ലാ NDA ഘടകകക്ഷി നേതാക്കളെയും അമിത്ഷാ ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്.
തിരികെ വാർത്തകളിലേക്ക്. അയോധ്യ തർക്കഭൂമി വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് സുപ്രീം കോടതി. ഇരുകൂട്ടരുമായി മധ്യസ്ഥ ചർച്ചയ്ക്ക് സുപ്രീം കോടതി തയ്യാറെന്ന് ചീഫ് ജസ്റ്റിസ് JS ഖേഹർ. കോടതിക്ക് പുറത്ത് പ്രശ്നം ഒത്തുതീർക്കാനുള്ള സാധ്യത പരിശോധിക്കണമെന്നും പരമോന്നത കോടതി നിർദ്ദേശിച്ചു. കേസ് ഈ മാസം 31-ന് വീണ്ടും പരിഗണിക്കും. രാമജന്മഭൂമി ബാബറി മസ്ജിദ് കേസിൽ തർക്കം നിലനിന്നിരുന്ന 2.25 ഏക്കർ ഭൂമി ഹിന്ദു മഹാസഭയ്ക്കും ബാബറി കമ്മിറ്റിക്കും മറ്റൊരു ഹിന്ദു മതവിഭാഗമായ നിർമോഹി അഗാരയ്ക്കും വീതം വെച്ച് നൽകിയായിരുന്നു 2010-ലെ അലഹാബാദ് ഹൈക്കോടതി വിധി. ഈ വിധിക്കെതിരെ വിവിധ ഹിന്ദു മുസ്ലിം സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തെങ്കിലും തർക്കഭൂമിയിൽ ഉത്തരവ് നടപ്പാക്കിയിരുന്നില്ല. 6 വർഷമായിട്ടും തീർപ്പാകാത്ത കേസിൽ അടിയന്തര ഉത്തരവ് ആവശ്യപ്പെട്ടാണ് സുബ്രഹ്മണ്യൻ സ്വാമി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ നിർണായക നിർദ്ദേശം. അയോധ്യ തർക്കഭൂമി വിഷയം മതപരവും വൈകാരികവുമാണെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നും അടുത്തയാഴ്ച വാദം കേൾക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചു. ഇരുവിഭാഗങ്ങൾക്കും സമ്മതമാണെങ്കിൽ കോടതിക്ക് പുറത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മധ്യസ്ഥത വഹിച്ച ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചീഫ് ജസ്റ്റിസ് JS ഖേഹർ വ്യക്തമാക്കി. ഇത് കോടതിയുടെ ഉത്തരവല്ലെന്നും നിർദ്ദേശം മാത്രമാണെന്നും പരമോന്നത കോടതി അറിയിച്ചു. എന്നാൽ ചർച്ച പ്രായോഗികമല്ലെന്നും അന്തിമ വിധിന്യായമാണ് ജുഡീഷ്യറി പുറപ്പെടുവിക്കേണ്ടതെന്നും ഹർജിക്കാരനായ സുബ്രഹ്മണ്യൻ സ്വാമി പ്രതികരിച്ചു. മനുശങ്കർ, ദില്ലി. 841 കോടി രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. KSEBയുടെ 5200 കോടിയുടെ പദ്ധതിക്കും അംഗീകാരം. ഒപ്പം ആരോഗ്യ മേഖലയുടെ 968 കോടി രൂപയുടെ പദ്ധതിക്കും PWDയുടെ 879 കോടിക്കും അംഗീകാരം ലഭിച്ചു. കുടിവെള്ള വിതരണത്തിനായി 541 കോടി രൂപയ്ക്കും അംഗീകാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കിഫ്ബിയുടെ 2ാമത് ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് 841 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് അംഗീകാരമായത്. വിവിധ വകുപ്പുകൾ സമർപ്പിച്ച 11,388 കോടി രൂപയുടെ പദ്ധതികളാണ് യോഗം വിശദമായി പരിശോധിച്ചത്. അംഗീകാരം ലഭിച്ചതിൽ KSEBയുടെ 5200 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനം. വടക്കൻ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായ പ്രസരണ ഗ്രിഡ് ശക്തിപ്പെടുത്തുന്നതാണ് പദ്ധതിയെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. ഇതിൽ ഏറ്റവും വലുത് വൈദ്യുതി ട്രാൻസ്മിഷൻ ഗ്രിഡാണ്. അതിന് 5200 കോടി രൂപയാണ് അടങ്കൽ. ആരോഗ്യവകുപ്പിന്റെ 968 കോടി രൂപയുടെ പദ്ധതിക്കും പൊതുമരാമത്തിന്റെ 879ഉം 541 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിക്കും ബോർഡ് അനുമതി നൽകി. കൊച്ചിൻ ക്യാൻസർ സെന്ററിന് 310 കോടിയും മലബാർ ക്യാൻസർ സെന്ററിന് 170 കോടി രൂപയും യോഗം അനുവദിച്ചു. പദ്ധതി നിർവഹണത്തിൽ സേവനദാതാക്കൾക്കും കരാറുകാർക്കും നേരിട്ട് പണം നൽകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. സേവനദാതാക്കൾക്ക് അല്ലെങ്കിൽ കോൺട്രാക്ടർമാർക്ക് നേരിട്ട് ബന്ധപ്പെട്ട നിർവഹണ ഏജൻസി ഇവർ പണി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ടായിരിക്കും നൽകുക. ഇന്ധന റോഡ് സെസ് ഇനത്തിൽ ലഭിച്ച 2000 കോടി രൂപ നിലവിൽ കിഫ്ബിയിലുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കായി 2000 കോടി രൂപ അടിയന്തരമായി വായ്പയെടുക്കാനും യോഗം അനുമതി നൽകി. കിഫ്ബിയുടെ ആദ്യഘട്ടത്തിൽ അനുവദിച്ച 4022 കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങളിൽ ബോർഡ് യോഗം തൃപ്തി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ട ജില്ലയുടെ വലിയ ജലസ്രോതസ്സായിരുന്നു അച്ചൻകോവിലാറ്. കടുത്ത വേനലിൽ വെള്ളം കുറഞ്ഞപ്പോൾ ആറിന് നടുവിലായി കുഴിയെടുത്താണ് പരിസരവാസികൾ ഇപ്പോൾ കുടിവെള്ളം കണ്ടെത്തുന്നത്. ഏതു വരൾച്ചയിലും വലിയ ജലസ്രോതസ്സായി നിലനിന്നിരുന്നു അച്ചൻകോവിലാറ്. എന്നാൽ മനുഷ്യൻ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഭൂമിയിൽ നിന്ന് എല്ലാം ഊറ്റിയെടുത്തതോടെ അച്ചൻകോവിലാറിനും വലിയ ക്ഷീണം തന്നെ സംഭവിച്ചു. ആറിന് സമീപം താമസിക്കുന്നവർക്ക് ജലം ലഭിക്കാതായതോടെ ആറിന് നടുവിലായി വലിയ കുഴി കുഴിക്കുകയായിരുന്നു പരിസരവാസികൾ ഇതിന് കണ്ട പോംവഴി. പത്തനംതിട്ട ജില്ലയിലെ 920 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 820ഉം വരൾച്ചാ ബാധിതമാണ്. അച്ചൻകോവിലാറിനെ ആശ്രയിച്ചു മാത്രം 9 ശുദ്ധജല പദ്ധതികളാണുള്ളത്. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിലെ താമസക്കാർ വാഹനത്തിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത്. മറ്റ് ജില്ലകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ വേനൽ മഴ കൂടുതലായി ലഭിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഇവിടുത്തെ ജലക്ഷാമത്തിന് മതിയായ പരിഹാരം കാണുന്നതായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.